ഡൽഹി പോയിട്ടുള്ള 1-2 വീഡിയോസ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യമ്മി ആൻഡ് റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൽ കയറാൻ പോവാണ്. പണിക്കേഴ്സ് ട്രാവൽസിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. പണിക്കേഴ്സ് ട്രാവൽസ് ഓൾമോസ്റ്റ് ഡൽഹിയിൽ വരുന്ന മലയാളികൾക്കൊക്കെ അറിയായിരിക്കും. പണിക്കേഴ്സ് ട്രാവൽസ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് പോകുന്നത് വെച്ചാൽ അവർ തന്നെ നമ്മൾ കൊണ്ടുപോയി എത്തിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് തന്നെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പണിക്കേഴ്സ് ട്രാവൽ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഞാൻ കാണാൻ ഏറെ ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ആഗ്രയിലാണ്. ആഗ്രയിൽ യമുന നദി തീരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടെയാണെന്ന്? അതെ, ദ സിമ്പിൾ ഓഫ് ലവ് താജ്മഹലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 5th മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. 1631 മുംതാസ് മഹൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും വൈൽ ഗിവിംഗ് ബർത്ത് ടു ദെയർ 40th ചൈൽഡ്. 14ാമത്തെ കുഞ്ഞിൻ്റെ പ്രസവാനന്തര സമയത്താണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അറിയപ്പെടുന്നത്. ആക്ച്വലി എനിക്കിതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് അമ്മാതിരി അടിപൊളി ഒരു ഗൈഡായിരുന്നു കേട്ടോ. ആൾക്ക് എല്ലാം അറിയുന്ന ഒരു ഗൈഡായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവായിരുന്നു. ഫൈനലി നമ്മൾ താജ്മഹലിൽ നടന്ന് എത്തിയിട്ടുണ്ട്. ഇതിലൊരു അത്ഭുതം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ ഫോണിൽ ഫോക്കസ് ചെയ്ത സമയത്ത് ഫോക്കസ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഫുള്ളിങ്ങനെ വൈറ്റ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് തൊട്ടടുത്തുള്ള എല്ലാവർക്കും ഇതുപോലെയാണെന്ന്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഫോക്കസിൽ കിട്ടിയത് തന്നെ. ഇതും ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു വിസ്മയമായിരിക്കാം അല്ലേ? അങ്ങനെ കാത്തിരുന്ന് ഞാൻ ആഗ്രഹിച്ച താജ്മഹൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് തന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വാവ്, അടിപൊളിയാണ് കാണാനൊക്കെ. ഫുൾ വെണ്ണക്കല്ല് തീർത്ത ഈ മനോഹരമായ ഒരു ടോംബ്, അതും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അതൊരു അത്ഭുതം തന്നെയാണ്. ഷാജഹാൻ ചക്രവർത്തിക്ക് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ ഭാര്യയാണ് മുംതാസ് മഹൽ. മുംതാസ് മഹലിൻ്റെ കൂടെയായിരുന്നു ഷാജഹാൻ ചക്രവർത്തിക്ക് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുംതാസ് മഹലിന് മാത്രമായിട്ട് ഈ ഒരു വെണ്ണക്കല്ലിൽ തീർത്ത ഈ ഒരു താജ്മഹൽ പണിതിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് 2 ഭാര്യമാരെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്കും 2 ടോംബ് വീതം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ മുംതാസ് മഹൽ ആയിരുന്നു ചക്രവർത്തിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകാത്ഭുതങ്ങൾ 1 സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ താജ്മഹലിൻ്റെ ഏറെക്കുറെ വീഡിയോസ് കൂടി എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.